എല്ലാവർക്കും എൻ്റെ പൊൺവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ചപ്പാത്തി വെച്ചാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ ചപ്പാത്തി നല്ല ചുട്ടെടുത്തേക്കാണ്, എണ്ണയൊന്നും ചേർക്കാതെ നല്ലോണം ഇങ്ങനെ മൊരിച്ചെടുത്തേക്കുക കേട്ടോ. നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട്. 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടില്ലേ, റൊട്ടി പോലെ ആക്കിയെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണെങ്കിൽ ബദാം, കറുത്ത എള്ള്, വെള്ള എള്ള്, കുറച്ച് മിക്സർ, കശുവണ്ടി, മുന്തിരിങ്ങ, കടലപ്പരിപ്പ്, 4 ഏലയ്ക്ക, പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കുക. അത് ഞാൻ എടുക്കുന്നത് പനങ്കൽക്കണ്ട് എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്. പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര പൊടി ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് പൊടിച്ചുകൊണ്ട് വരിക. ഇത് നമുക്ക് രാവിലെ വേണമെങ്കിൽ രാവിലത്തെ ഭക്ഷണമായിട്ട് എടുക്കാം, 4 മണി ചായയുടെ കൂടെ കടിയായിട്ടെടുക്കാം. അതല്ല യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് 2 ദിവസമൊക്കെ നമുക്ക് കൊണ്ടുവച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല. ഇപ്പോൾ 2 ചപ്പാത്തി എടുത്തിട്ടുള്ളൂ. ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് എടുക്കാം. ഇങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് ഇടുക. നല്ലൊരു ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിത് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ. നല്ല തരിതരിപ്പാട്ട് പൊടിച്ചുകൊണ്ട് വരാം. വേണ്ടേ, ഞാൻ തരിതരിപ്പാട്ട് പൊടിച്ചിട്ടുണ്ട്. ചപ്പാത്തിയാണിത്, കണ്ട ചപ്പാത്തി ഞാൻ തരിതരിപ്പാട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നെയ്യും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു തവ വെച്ചിട്ടുണ്ട്, അതിനകത്തോട് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് മതി കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് നെയ്യ് ചൂടാവട്ടെ. നെയ്യ് ചൂടാകുമ്പോൾ ബദാം, കശുവണ്ടി, കടലപ്പരിപ്പ് ഇട്ട് ഒന്ന് മൂക്കണം. നല്ലോണം മൂപ്പിച്ചെടുക്കണം. നല്ല ചുമക്ക മൂപ്പിച്ചെടുക്കണം. നെയ്ക്കകത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. മുന്തിരിങ്ങ ഇട്ട്, വെള്ള എള്ളിട്ട്, കറുത്ത എള്ളിട്ട്, സ്റ്റൗ ഓഫാക്കുക. ഇനി നമുക്ക് തേങ്ങ ഇടണം. തേങ്ങയൊക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് ഈ നെയ്ക്കകത്ത് ഇങ്ങനെ ഇടുന്ന ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ പനങ്കൽക്കണ്ടും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. പഞ്ചസാര പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം, ശർക്കര വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മൾ ചൂടാക്കിയ ബദാം, കശുവണ്ടി, വെള്ള എള്ള്, കടലപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങ, ഇത്രയും സാധനം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുക. നല്ല ടേസ്റ്റിയായ ഒരു ഫുഡാണ് കേട്ടോ. വെള്ള എള്ള്, കറുത്തെള്ള്, ബദാം, കശുവണ്ടി, അങ്ങനെ എല്ലാം ചേർന്ന് നല്ലൊരു ഫുഡാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫുഡാണ്. ചപ്പാത്തി 2 എണ്ണം വെറുതെ എടുത്ത് കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടില്ലേ? ഇതിന് നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് പനങ്കൽക്കണ്ടും ഏലക്കയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചേക്കുക. മധുരം നോക്കിയിട്ട് അനുസരിച്ചിട്ടാൽ മതി. ഉണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എനിക്ക് ചപ്പാത്തിയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം. പിന്നെ കഴിക്കാൻ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സർ കുറച്ച് ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെ കോരി അങ്ങ് കഴിച്ചാൽ മതി. കഴിച്ചു നോക്കട്ടെ. നല്ല രസമുണ്ട്. ഇത് മധുരം കുറവാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം മധുരമൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടില്ലേ? ചപ്പാത്തിയൊക്കെ ഇരുന്ന് ഇനി എടുത്ത് കളയാതെ ഇതേപോലുള്ള ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി ഇത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ആരെങ്കിലും വിശേഷിച്ച് ആരെങ്കിലും വന്നാലോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ അരി വറുത്ത് നമുക്കിടാം, അന്നേരം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ എടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം കൂടെ നല്ല രുചിയാണ് കേട്ടോ. ഇപ്പോൾ 2 ചപ്പാത്തി വെച്ച് പാത്രം നിറയെ പലഹാരം. ഇത് മിച്ചർ ഇച്ചിരി ഇട്ട് ഇങ്ങനിട്ട് മിച്ചറും ഇട്ട് ഫ്രണ്ടിൽ വെച്ച് കൊടുത്താൽ മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം മാത്രമല്ല, ഇതേപോലെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.